പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കുള്ള 3 പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ഹോണേഴ്സ് ഡിഗ്രിക്കാരുടെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത്. 4 വർഷ ഡിഗ്രിക്കാരുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് എന്ന് വരുമെന്നതാണ് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം പറഞ്ഞിരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഡിസംബർ 22-ന് മുമ്പ് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം വാല്യുവേഷനൊക്കെ പരീക്ഷയ്ക്ക് അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തു. മാർക്ക് എൻട്രിങ്ങിന് ആദ്യം അധ്യാപകർക്ക് കൊടുത്തിരുന്നത് ഡിസംബർ 16 പിന്നീട് അത് 19 നീട്ടി. അതിനാൽ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പരമാവധി ജനുവരി 31 മുമ്പ് ഏത് ദിവസവും റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ 19 ശേഷം പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ലീവാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പാസ്പോർട്ട് മീറ്റിംഗ് കൂടിയതിന് ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ഇനിയും രണ്ടാമത്തെ സംശയമുള്ളത് UGC നെറ്റ് പരീക്ഷ തുടങ്ങുന്നത് ജനുവരി 1 കൂടിയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ PGയുടെ പരീക്ഷയും തുടങ്ങുന്നത് ജനുവരി 1 മുതലാണ്. അപ്പോൾ ഈ പരീക്ഷ മാറ്റിവെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ. ഒന്നുകിൽ നെറ്റ് എക്സാം മാറ്റിവെക്കുമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാറ്റിവെക്കുമോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നെറ്റ് എക്സാം ഒരിക്കലും മാറ്റിവെക്കാനുള്ള സാധ്യതയില്ല. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PGയുടെ പരീക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വിവിധ കോളേജ് യൂണിയനുകളൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. ഷുവർ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രധാന കാരണം ജനുവരി 10 ശേഷം 10 അല്ലെങ്കിൽ 15 ശേഷം യൂണിവേഴ്സിറ്റി തലത്തിലുള്ള C സോൺ, അതുപോലെ B സോൺ, A സോൺ, D സോൺ പോലുള്ള കലോത്സവങ്ങൾ നടത്താനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. മാറ്റിവെച്ചാൽ പിന്നെ പരീക്ഷ നടത്താൻ കഴിയുക ഫെബ്രുവരി 15 ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ മാറ്റിവെക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് നെറ്റ് എക്സാം എന്നാണോ, ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യോളജിയുടെ നെറ്റ് എക്സാം 8-ാം തീയതി ആണെങ്കിൽ എന്ത് ചെയ്യും, 8-ാം തീയതിയുള്ള MA സോഷ്യോളജിയുടെ പരീക്ഷ മാറ്റിവെക്കും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. അത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ദിവസങ്ങളിലൊക്കെ വിവിധ വിദ്യാർത്ഥികളുടെ പരാതികൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതിയവരുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷ എന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ വരുന്ന ജനുവരി 1 തുടങ്ങുന്നതാണ്. പരീക്ഷയുടെ ടൈം ടേബിൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മറ്റു വിവരങ്ങൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.